നമസ്കാരം. കാസർഗോഡ് എരിയാലിൽ ഭീതിജനകമായ അപകടം. ഇലക്ട്രിക് പോസ്റ്റും 9 ഇരുചക്ര വാഹനങ്ങളും തകർന്ന് തരിപ്പണമായി. ജീവഹാനി സംഭവിക്കാത്തത് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ്. മംഗലാപുരം ഭാഗത്തുനിന്ന് കാസർകോട്ടേക്ക് ചരക്ക് കൊണ്ടുപോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് സർവീസ് റോഡിന്റെ ഒരു വശത്തേക്ക് കുതിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അടിയിലും ബൈക്ക് തന്നെ. കാസർഗോഡ് ഏരിയാലിൽ പുലർച്ചെ 5:30 നടന്ന വാഹനാപകടം പ്രദേശത്തെ നടുക്കിയിരിക്കുകയാണ്. മംഗലാപുരം ഭാഗത്തു നിന്നും കാസർഗോട്ടേക്ക് ചരക്ക് കൊണ്ടുപോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് സർവീസ് റോഡിന്റെ ഒരു വശത്തേക്ക് കുതിച്ചു കയറിയതാണ് അപകടം കാരണമായത്. നിർമ്മാണം പാതി വഴിയായ നടപ്പാതക്കരികിൽ നിരത്തി നിർത്തിയിരുന്ന 9ഓളം ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിനിരയായത്. ലോറി ഇടിച്ചു തകർത്ത വാഹനങ്ങളെല്ലാം അതിഥി തൊഴിലാളികളുടേതായിരുന്നു. ഒരു വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടം നടന്ന സ്ഥലം ആറുവരിപ്പാതയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഒത്തുകൂടുന്ന ഇടമാണ്. വാഹനം നഷ്ടപ്പെട്ട വേദന ഉള്ളിലൊതുക്കി രാജ്കുമാർ എന്ന അതിഥി തൊഴിലാളി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സാധാരണയായി ഈ സമയത്ത് ഞങ്ങൾ പുലർച്ചെ ഒത്തുകൂടാറുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവനോട് രക്ഷപ്പെട്ടത്. സർവീസ് റോഡിന്റെ വീതി കുറവായതും പലയിടങ്ങളിലും നടപ്പാത പൂർണ്ണമായിട്ടില്ലാത്തതും അപകട ഭീഷണി കൂട്ടുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് കെട്ടിട ഉടമകളുടെ സ്വാധീന പ്രയോഗത്തിന്റെ ഫലമാണെന്നും സർക്കാർ പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകിയിട്ടും നടപടി വൈകുന്നത് സർവേയറുടെ അലംഭാവമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വൻ ദുരന്തമാകുമായിരുന്ന സംഭവം അവസാന നിമിഷം വഴിമാറിയതാണ് പ്രദേശവാസികൾക്ക് ആശ്വാസം.